രമ്യ ചേച്ചി, രമ്യ വാടക വീടാ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുപാട്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ. നമ്മൾ ഒരാൾ അയ്യോ ഇയാള് നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കും, കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചാന്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. ഹലോ, നമസ്കാരം. രേണു സുധി. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പം ചേച്ചിനെ വിളിക്കാം നമുക്കല്ലേ. രമ്യ ചേച്ചി, രമ്യ വാ. പിന്നില്ലേ, ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ, ഇവിടെ ഇരിക്കും. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നതാ. കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ കേട്ടോ. വായിരിക്കും. അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നു ചുറ്റും. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് രമ്യ ചേച്ചിയുടെ അഭിപ്രായം, രമ്യാച്ചന്റെ അഭിപ്രായം? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുപാട്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചാന്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി, സജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടാണ്, എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ. അപ്പം ഫാമിലി മെമ്പേഴ്സും അല്ല. അപ്പം ഇതിനെപ്പറ്റി എന്താ പറയണത്? സപ്പോർട്ടിനെ അല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇത് പിടിച്ചു എന്റെ മൈക്ക. പിന്നെ വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക്, കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വശത്തു നിന്നും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാവർക്കും അറിയാം, ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് നമ്മൾ ഒരാളെ അയ്യോ ഇയാള് നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കും, കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. 2 മക്കൾക്കും ചാനലുണ്ട്, അപ്പോൾ 2 മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ നെഗറ്റീവ്, അതായത് ഇങ്ങനെ ഈ കൂടെ നിന്ന് ചിരിച്ചിട്ട് മാറി നിന്ന് പറയുന്ന ഇവരോട് എനിക്കൊന്നും പറയാനില്ല. അവരവരുടെ പ്രവൃത്തി വീണ്ടും തുടരുക. ലാസ്റ്റ് എന്തായാലും ദൈവം തമ്പുരാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിൻ്റെ കുറേ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറിപ്പോവും തന്നെ ഞാൻ പറയുന്നു, അല്ലേ? അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു, വിളിച്ചാൽ എന്തായാലും പോകും, സന്തോഷത്തോടു കൂടി പോകും. കാരണം സൂചിച്ചാൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. വേറെ അതിനേക്കാളും ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇതുവരെ 3 കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണുന്നു, 3 പേരെയും അവരെ ഉപദ്രവിക്കുന്നു. കാരണം കുഞ്ഞ് എന്തോ അവനെ എന്തോ എന്നാന്നറിയത് പുല്ലിനകത്ത് ചെന്ന് എന്തോ ചെല്ലി ഇവിടെ അങ്ങാണ്ട് ബാക്കിൽ അത് രേണു ചട്ടുകം വെച്ച് പൊള്ളിച്ചതാണ് എന്ന് ഒന്നും അറിയത്തില്ലാത്തവരാ, നമ്മളെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ പറയുന്നത്. അതുപോലെ ഒരു കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഞങ്ങളുടെ അതിനൊരു ഉദാഹരണം കിച്ചു വന്നത് 13ാമത്തെ വയസ്സിലാണ്. തീരെ കുഞ്ഞായിട്ട് തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും സാറ്റ് കളിക്കുമായിരുന്നു, ഞാനും കിച്ചു സൂചിച്ചേട്ടൻ സാറ്റ് കളിക്കുമായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ സാറ്റ് കളിക്കുമായിരുന്നു ഞാൻ. അവനുമായിട്ട് ഓടിച്ചിട്ട് പിടുത്തം കളിക്കായിരുന്നു. ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരെ പോലെ ആയിരുന്നു. അപ്പം ആ സമയത്ത് അവനെ ഉപദ്രവിക്കാത്ത ഞാനാണോ ഇപ്പൊ ഉപദ്രവിക്കുന്നത്? ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളും ഒരുപോലെ തന്നെയാണ്. അതുപോലെ ചേച്ചിയുടെ 2 മക്കളും ഉണ്ട്, അവരും ഒരുമിച്ചാണ് അവർ വളരുന്നത്. എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ തന്നെയാണ്. അപ്പം ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഒരു പ്രസ്താവന വെറും കള്ളത്തരമാണ്. അപ്പം അതിന് ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മുഖമില്ലാത്ത പ്രൊഫൈലിൽ നിന്നൊക്കെ ഇമെയിലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ പറയുക, അതൊക്കെ വെറും നുണകളായിരുന്നു എന്ന് മനസ്സിലായി. വെറും കെട്ടിച്ചമച്ച കഥകളാണ്, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള കഥകളായിരുന്നു എന്ന് മനസ്സിലായി. എന്തായാലും എന്നെ മനസ്സിലാക്കിയ എൻ്റെ പ്രേക്ഷകർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ജോലി ചെയ്യുമ്പോൾ അഭിനയിക്കണ്ട. ഇതും എൻ്റെ ഒരു ചെറിയൊരു ജോലി പോലെ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനമാണ് ഈ ഒരു ചാനലും. അപ്പം നിങ്ങൾ ഈ പറയുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ, നിങ്ങൾ വ്യൂ ചെയ്യേ. അപ്പോഴത്തേനും എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിക്കാൻ തന്നെ എനിക്ക് വരുമാനം വരുമല്ലോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് അഭിനയം നിർത്തുന്നതല്ല, നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അഭിനയം നിർത്തുന്നതല്ല. അഭിനയം എന്ന് വരെ വിളിക്കുന്നോ അതുവരെ ഞാൻ അഭിനയിക്കും. പിന്നെ അഭിനയം ഒരു പാഷനായിട്ട് ഞാനിപ്പം കാണുന്നു. ആദ്യമൊക്കെ ജോലിയായിരുന്നു, ഇപ്പം അതെൻ്റെ ഒരു പാഷനാണ്. പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ 2-3 സിനിമ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. ഉടനെ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു. എന്നെ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും രേണുസുതി ഇങ്ങനെ തന്നെ പോകണം. അപ്പം പിന്നെ എല്ലാവരും പറയും ഡെയിലി വീഡിയോ ഇട്. എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമതൊക്കെ എൻ്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ്. ചേട്ടൻ്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് എടുത്തു തന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും. പിന്നെ എനിക്ക് നല്ല തിരക്കാണ്, ആൽബത്തിൻ്റെ തിരക്കാണ്. ഉറക്കമൊന്നുമില്ല, ഓട്ടം തന്നെയാണ് ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ എൻ്റെ കസിൻ ബ്രോ ആണ് ഇതൊക്കെ എടുത്തിരുന്നത്. ആൾക്ക് കല്യാണവർക്കൊക്കെ ഉള്ളപ്പോൾ അവൻ അങ്ങനെ പോകും. അപ്പം അവന് എന്തെങ്കിലും ഫ്രീ ആകുമ്പോൾ മാത്രമാണ് എനിക്ക് എടുത്തു തരുന്നത്. സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അല്ലേ? വീണ്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.